ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഹാർവാർഡ് അല്ലേ. ആ ഹാർവാർഡിൻ്റെ ബിസിനസ് റിവ്യൂ അനുസരിച്ച് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ജോലിയാണ് ഡേറ്റ സയൻസ് എന്നുള്ളത്. ഫോർച്യൂൺ 500 കമ്പനികൾ മുതൽ സ്റ്റാർട്ടപ്സ് വരെ മികച്ച ഡേറ്റ സയൻറ്റിസ്റ്റിനെ കിട്ടാനായിട്ട് നെട്ടോട്ടം ഓടുകയാണ്. നിങ്ങളിൽ പലരും ഡേറ്റ സയൻസ് എന്നൊരു ടേമിനെ കുറിച്ച് കേട്ട് കാണും. എന്നിരുന്നാലും എങ്ങനെയാണ് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ആകുന്നത്, ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ആകാൻ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ സ്കിൽ സെറ്റ്സ് ആണ് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റിൽ ഒരു കമ്പനി നോക്കുന്നത്? സോ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഐ എം സാഹിർ ഫ്രം എഡ്യൂർ ലേണിംഗ്. വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഡേറ്റ സയൻസിന് ഇത്രയേറെ ഡിമാൻഡ് ഉള്ളതെന്നുള്ളത്. മുമ്പൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്തിരുന്ന ഡേറ്റ ചെറുതും സ്ട്രക്ചേർഡുമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ അൺസ്ട്രക്ചേർഡ് ആണ്. പലതരത്തിലുള്ള ഡേറ്റ ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നത്. കൂടാതെ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഒരു കമ്പനി ഒരു കൺസ്യൂമർ സർവേ, HUL പോലുള്ള കമ്പനി ഒരു കൺസ്യൂമർ സർവേ നടത്തുന്നു. അപ്പം അതിൻ്റെ അകത്ത് പല ആൾക്കാർ പല രീതിയിലായിരിക്കും സർവേക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലേ. ചില ആൾക്കാർ ഇപ്പോൾ വോയിസ് ക്ലിപ്പായിട്ടായിരിക്കും ചിലപ്പം റെസ്പോണ്ട് ചെയ്യുന്നത്, ചിലർ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്, ചിലർ എന്ന് പറയുന്നത് വീഡിയോ ആയിട്ട് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ പലരും പലതരത്തിലുള്ള ഡേറ്റ ആയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് ഇതൊരു സർവേഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആയിരിക്കും. അത് അക്രോസ് ഇന്ത്യ ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിലോ HULൻ്റെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാത്ത ഒരു കുടുംബവും ഇന്ന് ഇന്ത്യയിലില്ലെന്നാണ് HUL കമ്പനി അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 100 കോടിക്ക് പുറത്ത് ജനങ്ങളുള്ള ഇന്ത്യയിൽ ഏകദേശം 50 കോടിയോളം ജനങ്ങളെ സർവേ പങ്കെടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കത്തില്ല. സോ എമൗണ്ട് ഓഫ് ഡേറ്റ വലുതല്ല. ഇത്തരത്തിലുള്ള ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസിനൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഡേറ്റയിൽ ലിമിറ്റേഷൻസ് ഇല്ലാതെ ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് ഡേറ്റ സയൻസ് എന്ന ഒരു ടീം ഇത്രയധികം വളരുന്നത്. ഇനി അത് വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിഗമനം. അടുത്തതായിട്ട് പറയാനുള്ളത്, ചിലപ്പം ഒരു ചോദ്യം മനസ്സിൽ വരാം, ഞാൻ സെയിൽസിലല്ലേ, ഞാൻ മാർക്കറ്റിങ്ങിലല്ലേ, ഞാൻ റീറ്റെയിലല്ലേ എൻ്റെ എന്ന് നമ്മൾ ചിന്തിക്കാം അല്ലേ. സോ എനിക്ക് പറയാനുള്ളത്, ഡേറ്റ സയൻസ് ആവശ്യമില്ലാത്ത ഒരു മേഖലയും ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ്. ലോകത്തിലെ വൻകിട കമ്പനികളൊക്കെ ഡേറ്റ സയൻസ് ഉപയോഗിച്ചിട്ടാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം റീറ്റെയിൽ കമ്പനീസ് ആയിട്ടുള്ള വാൾമാർട്ട് ആണെങ്കിലും, ഇന്ത്യൻ റീറ്റെയിൽ ജെയിൻ്റ് ആയിട്ടുള്ള റിലയൻസ് ആണെന്നുണ്ടെങ്കിലും, അവരൊക്കെ അവരുടെ കൺസ്യൂമറിൻ്റെ ഡേറ്റ എടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻസൈറ്റ്സ് ഉൾക്കൊണ്ടിട്ടാണ് അവരുടെ പ്രോഡക്റ്റ് ഏത് വെണ്ടറിൽ നിന്ന് ഓർഡർ ചെയ്യണമെന്ന് വരെ അവർ അനലൈസ് ചെയ്യുന്നത്. അത് ഹെൽത്ത് കെയർ എടുക്കുകയാണെങ്കിൽ, ഹെൽത്ത് കെയറിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു മേഖല ഇനി അങ്ങോട്ട് വളരാനുള്ള ഭയങ്കര പോസിബിലിറ്റിയാണ്. കാരണം നമ്മളാരും ആശുപത്രിയിൽ പോയി അസുഖമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യർക്ക് അസുഖം വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഡേറ്റ സയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അസുഖമുള്ള കുറച്ച് ആൾക്കാർ ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിനാരിയോസൊക്കെ വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ ആർക്കൊക്കെ എന്തൊക്കെ അസുഖം വരാം എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതൊരു മേഖല എടുത്താലും നമുക്ക് ഡേറ്റ സയൻസിൻ്റെ ആവശ്യകത ഉണ്ട്. സോ ഡേറ്റ സയൻസ് എല്ലാ മേഖലയിലും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡേറ്റ സയൻസ് എന്താണെന്നും ഡേറ്റ സയൻസ് എന്തുകൊണ്ട് വളരുന്നതെന്നും ഡേറ്റ സയൻസ് ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. അടുത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ആകും. ഡേറ്റ സയൻറ്റിസ്റ്റ് ആകാനായിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള നോളജാണ്. പൈതണിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അറിയുന്നിടത്തോളം കാര്യങ്ങളൊന്നും ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് അറിയേണ്ട കാര്യമില്ല. എങ്കിലും പൈതണിൻ്റെ ബേസിക് കൺസെപ്റ്റ് ആയ ഡേറ്റ ടൈപ്പ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫങ്ഷൻസ്, ലൂപ്സ്, ക്ലാസ്, അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ അറിഞ്ഞിരിക്കണം. അതാണ് ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങും എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസുമാണ്. ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ അനലൈസ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, ആൾജിബ്ര, നമ്മളുടെ ചെറിയ ക്ലാസ്സുകളിൽ, സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്, ആൾജിബ്ര, പ്രോബബിലിറ്റി എന്നിവയിലുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു
നോളജ് ഉണ്ടായിരിക്കണം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് പൈതണിൽ യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് ഉണ്ട്, നമ്പയും പാണ്ടാസും. അത് രണ്ടും പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ വിഷ്വലൈസേഷൻ യൂസ് ചെയ്യുന്ന സീബോണും മാത്പ്ലോട്ലിബ് എന്നീ തുടങ്ങിയ ലൈബ്രറികളെ കുറിച്ച് മനസ്സിലാക്കുക. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാലും അത് അനലൈസ് ചെയ്യാനുള്ള പ്രൊഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ടാകും. ഇത് കഴിഞ്ഞ് നമുക്കൊരു പ്രഡിക്ഷൻ ആയിട്ട് മെഷീൻ ലേണിംഗ് ആണ് പഠിക്കേണ്ടത്. മെഷീൻ ലേണിംഗിൻ്റെ അൽഗോരിതംസ് പഠിക്കണം. മെഷീൻ ലേണിംഗ് കോമൺ ആയിട്ടുള്ള അൽഗോരിതം. നിങ്ങളൊരു ബേസിക് ഫ്രഷറായിട്ട് ജോബ് നേടാനായിട്ട് മെഷീൻ ലേണിംഗിൻ്റെ ബേസിക് അൽഗോരിതംസ് ഒക്കെ പഠിച്ചാൽ മതിയാവും. മെഷീൻ ലേണിംഗിൻ്റെ അൽഗോരിതം നമുക്ക് 3 കാറ്റഗറീസ് ചെയ്യാം. റിഗ്രഷൻ എന്നും ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിംഗ് എന്നൊക്കെ അത്ര അൽഗോരിതങ്ങൾ പഠിക്കുക. മെഷീൻ ലേണിംഗിൽ കുറച്ച് പോർട്ട്ഫോളിയോ പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ അതിൽ നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കുള്ളൂ. നമ്മുടെ ഇവിടെ എഡ്യൂറിലാണെന്നുണ്ടെങ്കിൽ ഡേറ്റാ സയൻസിൻ്റെ മെഷീൻ ലേണിംഗിൻ്റെ കോഴ്സ് ഉണ്ട്. അതിൽ ഓരോ ഡേറ്റാ സയൻസിന് വെച്ചും 20 പ്രോജക്റ്റ്, മെഷീൻ ലേണിംഗ് വെച്ചും 10 പ്രോജക്റ്റുകളൊക്കെയാണ് ആ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് ഡിഫറെൻറ്റ് ഡൊമൈനിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിപ്പിക്കുന്നത്. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സ് ആണ്. അതായത് കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മെഷീനെ കൊണ്ട് നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാക്കിക്കുന്ന രീതിയിലുള്ള അലക്സയും സിറിയും ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഇപ്പോൾ ഹ്യൂമൻസായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ലേണിംഗ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡൊമൈൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലുള്ള ഡേറ്റ കളക്ട് ചെയ്യുക. ഡേറ്റ കളക്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് data.india.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റും ഏകദേശം 400ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളിലെ 1 ലക്ഷത്തിൽ പരം ഡേറ്റ അതിനകത്ത് അവൈലബിൾ ഉണ്ട്. കേഗിൾ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. പിന്നെ അങ്ങനെ ഡിഫറെൻറ്റ് പ്രൈവറ്റ് ഗിറ്റ്ഹബിൻ്റെ റിപ്പോസിറ്ററി ഉണ്ട് ഡേറ്റയുടെ. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഡേറ്റ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്യുക. അത് ഗിറ്റ്ഹബിൽ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു കമ്പനിക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്കുള്ള വിശ്വാസം കൂടും, നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടും. സോ അങ്ങനെ ചെയ്യുക. സോ നിങ്ങൾക്ക് ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ അവിടെ നിന്നുള്ള മെൻറ്റേഴ്സ് നിങ്ങളെ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡേറ്റാ സയൻസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ കരിയർ പ്രോസ്പെക്ട്സും ഡെമോ സെഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇതുവരെയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൻ്റെ കോണ്ടന്റിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.